ബിനാർ 14 ബ്രാവേഴ്സ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ്, നമ്മുടെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് നമ്മൾ ആസ്വദിച്ചു. ഇനി അടുത്തതായി വേദിയിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ കുട്ടി പട്ടാളത്തിൽ തന്നെ ഒരാളായ റബിയുല്ല. ലെറ്റ്സ് വെൽക്കം റബിയുല്ല ഓൺ ടു ദി സ്റ്റേജ്. റബിയുല്ല, കിഡിലൻ കോസ്റ്റ്യൂം കേട്ടോ. ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഗെറ്റപ്പ് ഉണ്ട് കാണാൻ. ഇതാര് സെലക്ട് ചെയ്തെന്നാ? ഉമ്മയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ പാട്ട് ഇന്ന് ഏത് പാട്ടാണ് മോൻ പാടാൻ പോകുന്നത്? ഞാൻ സുഖമിത് മാറും സ്വയ്പായി തീരും. ഇതിന് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എപ്പോഴും ഒരു ക്ലാരിറ്റി പ്രശ്നമാണ്, അത് മാറിയില്ലോ. കഴിഞ്ഞ സ്റ്റേജോടെ അതങ്ങോട്ട് മാറ്റി അല്ലേ? ഓക്കെ, എന്തായാലും റബിയുല്ല എല്ലാവരുടെയും പറഞ്ഞ പോലെ നല്ല ടൈറ്റായ മത്സരമാണ്. അപ്പം റബിയുല്ല അതുപോലെ തന്നെ അതിനനുസരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? വന്നിട്ടുണ്ട്. അത് അതുപോലെ അങ്ങ് വന്നാൽ മതിയായിരുന്നു അല്ലേ റബിയുല്ല? ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് പെർഫോമൻസിന് മുന്നേ ഷരീഫ് റബിയുല്ല, മോൻ്റെ വീട് എവിടെയാണ്? പുൽപ്പറ്റ, മഞ്ചേരി. ഓക്കെ, പാട്ടൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതാരുടെ പാട്ടാണ്? രണ്ടത്താണി ഹംസക്ക. രണ്ടത്താണി ഹംസ. രണ്ടത്താണി ഹംസ ഞങ്ങൾ ഒരുമിച്ച് മുമ്പ് പാടിയിട്ടുണ്ട്. ഇപ്പം അധികം കവാലി ടൈപ്പ് പാട്ട്, നല്ല സ്റ്റൈൽ പാട്ടുകളൊക്കെ മുമ്പ് പാടുന്നത്. ആകർഷണീയമായ ട്യൂണുകളാണ് മൂപ്പരുടെ. ഏതായാലും മോൻ നന്നായിട്ട് പാടാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷരീഫ് ക. റബിയുല്ല, അപ്പോൾ നന്നായിട്ട് പാടാൻ പറ്റട്ടെ, ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവട്ടെ എന്തായാലും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സുഖമിത് മാറും സ്വയ്പായി തീരും സക്കറാത്തിൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാത്ത കാലം സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും. സുഖമിത് മാറും സ്വയ്പായി തീരും സക്കറാത്തിൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാത്ത കാലം സമയം കണ്ണീർ പൊഴിക്കും
സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തിൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാത്ത കാലം സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും റബിയുള്ള നല്ലൊരു മെസ്സേജ് ചെയ്യുന്ന ഒരു സോങ് അല്ലേ? ഇത് ആരാ ലിറിക്സ്? ആരാ ലിറിക്സ്? രണ്ടത്താണി ഹംസക്കന്നെ പാടിയ ആളാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു സോങ് ആണ്. നമുക്ക് എന്തായാലും പാടിയതിൻ്റെ കമാൻഡ്സിനെ കുറിച്ച് അറിയാം. അതിനു മുന്നേ എങ്ങനെയുണ്ട് റബിയുള്ളൊക്കെ? എന്ത് തോന്നി പാടിയിട്ട്? അറിയില്ല, ഒന്നും അറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ചോദിക്കാം. ഷെരീഫ്ക? രണ്ടത്താണി ഹംസയുടെ നല്ലൊരു ഗാനമാണ്. വളരെ നല്ല മെസ്സേജാണ് അതിലുള്ളത്. പിന്നെ മോൻ നന്നായിട്ട് തന്നെ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ പാട്ട് പാടിയിട്ടുണ്ട്. മോൻ്റെതായ കുറച്ച് കൂട്ടുകാർ ഇംപ്രവൈസിങ് ഒക്കെ ഉണ്ടായിരുന്നു പല സ്ഥലത്തും. അതൊക്കെ വളരെ മനോഹരമായിരുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷെരീഫ്ക. ഷാൻസ? മോനൂട്ടൻ സാധാരണ പാടുന്ന ഒരു സംഭവം ആയിട്ടില്ല. എന്തായാലും കുറച്ച്, ഞാൻ പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള പാട്ടൊന്നും അല്ല കേട്ടോ. ശരിക്കും നല്ല ടഫായിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് മോനൂട്ടൻ തിരഞ്ഞെടുത്തത്. കുറച്ച് സാധാരണ മോനൂട്ടനിൽ കാണാത്ത ചില പിച്ച് ഔട്ട്, കുഞ്ഞ് കുഞ്ഞ് സംഭവങ്ങളൊക്കെ ഇപ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം വരുത്താതെ നോക്കുക. കാരണം ആ ഒരു ആദ്യത്തെ ഏറ്റവും മുകളിലത്തെ ലൈന് സെറ്റ് ചെയ്തത് മോൻ തന്നെയാണ്. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇനി താഴോട്ട് വരാൻ പാടില്ല. സാധാരണ പിച്ച് ഔട്ട് എന്താണെന്ന് അറിയാത്ത ഒരാളാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ പാടി ഞെട്ടിക്കുന്ന ഒരാളാണ്. ഇപ്രാവശ്യം അത്ര അങ്ങോട്ട് ഞെട്ടിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരു ടഫ് സോങ് ആണ് മോൻ സെലക്ട് ചെയ്തത്. അത് ഒരു 90% മോൻ അത് പാടി ഫലിപ്പിച്ചിട്ടുമുണ്ട്. ഓക്കെ, ചെറിയ ഈ ഒരു പറഞ്ഞ ഒരു 10%, സാധാരണ 99% വരെ എത്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇപ്രാവശ്യം ഒരു 90 മാത്രമേ ആയുള്ളൂ എന്ന്. കുറച്ച് ടഫ് സോങ് ആണ്, ശരി തന്നെ. കോമ്പറ്റീഷൻ ആകുമ്പോൾ നമ്മൾ എന്തായാലും ടഫ് സോങ്സ് ഒക്കെ സെലക്ട് ചെയ്യണം. പക്ഷെ അത് പ്രോപ്പറായിട്ട് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്ത് പാടണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ. രണത്ത? നല്ലൊരു മെസ്സേജ് തന്നു കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക, മോനൂട്ടൻ ഇങ്ങനെ പാടുമ്പോൾ നമുക്ക് അതിൻ്റെ, ഞാനൊരു നല്ലൊരു കാര്യം പറയാൻ പോടെ. വാക്കുകളൊക്കെ എനിക്ക് നല്ല ക്ലിയർ ആയിരുന്നു. നമുക്ക് ആ ഒരു അനുപലവി ഉണ്ടല്ലോ, ശരിക്ക് ഈ ഒരു മെസ്സേജൊക്കെ ശരിക്കും ഒരുപാട് അഹങ്കരിച്ച് നടക്കുന്നവർക്കൊക്കെ അല്ലേ നന്നായിട്ട് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ആയിട്ടുള്ള നല്ലൊരു സോങ് തന്നെയാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് മോനൂട്ടൻ പാടിയത്. അനുപലവിയും ചരണവും ഒക്കെ ആവട്ടെ, നമുക്കിങ്ങനെ ആ ഇതിലൂടെ നമ്മളങ്ങ് പോവും. മോൻ പറയുന്ന ആ കാര്യങ്ങളിലൂടെ നമ്മളൊരു നിമിഷം എല്ലാവരും അത് പോവും. അത്രയ്ക്ക് നല്ല മെസ്സേജ് ആയിട്ടുള്ളൊരു സോങ് സെലക്ഷൻ. പിന്നെ എനിക്ക് തോന്നിയത് മോനൊരു ആ സക്രാത്തിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ട്രെയിനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഇല്ലേ, കറക്റ്റ് അല്ലേ?
ജലദോഷമുണ്ട്. അപ്പോൾ ആ വോയിസിൻ്റെ അടപ്പുകൊണ്ടൊക്കെ ആയിരിക്കാം അവിടെ എനിക്കത് ഫീൽ ചെയ്തു. അങ്ങനെയുള്ള കുഞ്ഞു പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ശബ്ദമൊക്കെ അടിച്ച സംഗതികളും ഒന്നും ക്ലിയർ ആയിട്ട് വരില്ല. അപ്പോൾ ആ ഒരു സംഭവമാണ്. അപ്പോൾ കറക്റ്റ് വേഗം മാറ്റുക അസുഖമൊക്കെ കേട്ടോ. ബാക്കി പാടിയതിൽ വലിയ പ്രശ്നങ്ങൾ വന്നില്ല. നല്ലൊരു മെസ്സേജ് ആയിട്ടുള്ളൊരു സോങ് തന്നു കേട്ടോ. താങ്ക് യു രണത്ത. ഫൈസൽ മാഷെ, നമ്മുടെ ഈ പല പാട്ടുകാരുടെയും പാട്ടുകൾ പഴയ ആളുകളൊക്കെ ഇവിടെ പാടാറുണ്ട്. പക്ഷേ ഈ രണ്ടത്താണി ഹംസക്കയുടേത് വളരെ അപൂർവമാണ് റിയാലിറ്റി ഷോകളിൽ ആളുകൾ പാടാറുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെ വേറെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പരിപാടി, ഒരു മെഹഫിലുകളുടെ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഷെരീഫ് കാക്ക് അറിയാം, ഇങ്ങനെ ഹാർമോണിയൊക്കെ വെച്ച് ഇങ്ങനെ സ്വന്തമായി ഇങ്ങനെ വായിച്ച് പാടുക. ഒരുപാട് ആരാധകരുണ്ട് അദ്ദേഹത്തിന്. ഞാൻ വലിയ നമ്മുടെ ഇപ്പോൾ മൂസക്കയെ പോലെ വിയ്യൻകുട്ടി മാഷെ പോലെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ രണ്ടത്താണി ഹംസക്ക അങ്ങനെ കാണാറില്ല. പക്ഷേ അങ്ങനെ അപൂർവമായി അദ്ദേഹം വരുന്ന സമയത്ത് ആളുകളുടെ ഭയങ്കര കയ്യടിയാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് ആരാധകരുണ്ട് രണ്ടത്താണി ഹംസക്ക. അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഇപ്പോൾ പതി കർബല ഷഹീദെ, ആലോചിക്കേണ്ടയോ, അതേപോലെ ഈ പാട്ട് സുഖം ഇത് മാറും അദ്ദേഹത്തിൻ്റെ ഏറ്റവും സൂപ്പറായ പാട്ട്, ഹിറ്റായ പാട്ട്. പിന്നെ ചില വരികളൊക്കെ അദ്ദേഹം കൊടുക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ അമരക്കാരൻ സമരക്കാരൻ, ആ ഭാഗം ഒരു പ്രത്യേക സ്റ്റൈലാണ് പാടുമ്പോൾ. അതേപോലെ ഇണയതുമില്ല തുണയതുമില്ല, നമസ്കരിക്കും സംസ്കരിക്കും, അതൊക്കെ ഒരു നാടൻ മലയാളമാണ്. സംസ്കരിക്കുക എന്നാണ് പറയുന്നത് ഇതിൽ, സംസ്കരിക്കുക എന്നുള്ളതിന്. പിന്നെ സ്വീപ്പായി തീരുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇടങ്ങേറാക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും പറയുന്ന ഒരു പ്രയോഗമാണ്. അപ്പോൾ അതൊക്കെ നാടൻ ഭാഷയിൽ, സാധാരണക്കാരുടെ ഭാഷയിൽ, സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിൽ ഈ സന്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. ഓക്കെ മാന. താങ്ക് യു ഫൈസൽ മാഷെ. റബിയുള്ള ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആ ഒരു പെർഫോമൻസ്, കുറേ നല്ല പെർഫോമൻസ്, അത് മാത്രമല്ല ഒരുപാട് നല്ല പെർഫോമൻസുകൾ തന്നുകൊണ്ടാണ് കുറച്ചൊന്ന് വീക്ക് ആകുമ്പോഴേക്കും അവരിങ്ങനെ ശരിയായില്ല എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് മാർക്സ്, ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. രണത്ത 26 on 30, നല്ല സ്കോറാണ്. ഷാൻ സർ 25.5. 25.5 on 30. റബിയുള്ള, ഇനി നമുക്ക് ഫൈസൽ മാഷിനെ ചോദിക്കാം. ഫൈസൽ മാഷെ 26. അങ്ങനെ 3 ജഡ്ജസും മാർക്ക് തന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഷെരീഫ് ക. മോന് 10ൽ 8 മാർക്ക്. താങ്ക് യു ഷെരീഫ് ക. 8 on 10. റബിയുള്ള, അപ്പം ഗ്രാൻഡ് ടോട്ടൽ വന്നിരിക്കുന്നത് 85.5 out of 100. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.